അനൂപ്, ഇപ്പോൾ ചൂരൽമലയിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദുരന്ത മുഖത്ത് കേരളത്തിൻ്റെ നായകൻ വിവിധ ഇത്തരം പ്രവർത്തനങ്ങളിൽ 2 പ്രളയങ്ങളൊക്കെ കൃത്യമായി അതിജീവിച്ച കേരളത്തിന് കരുത്തായി നിന്ന കേരളത്തിൻ്റെ സ്വന്തം മുഖ്യമന്ത്രി ഇപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ഉള്ള കേന്ദ്രങ്ങൾ, ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തും. ചെറിയ തോതിൽ മഴ ഇപ്പോഴും ചൂരൽമലയിലുണ്ട്. അതുതന്നെയാണ് ഒരു തരത്തിൽ ആശങ്ക ഉണർത്തുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി വയനാട്ടിലെ ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. രാവിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അവലോകന യോഗം ചേർന്നു. അതിനുശേഷം ഉന്നതതല യോഗം, അതിനുശേഷം സർവകക്ഷി യോഗം ചേർന്നു. സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രനും അടക്കമുള്ളവർ ചൂരൽമലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്ന. വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നു. സച്ചിൻ, ചൂരൽമലയിൽ ഇന്ന് സന്ദർശനം നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ പിന്നീടുള്ള പരിപാടികൾ എന്താണ്? മുണ്ടക്കയിൽ പോകുന്നതിനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലില്ല. വേലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ട്. ഇപ്പോൾ സേനാംഗങ്ങളടക്കം മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ, എന്താണ് ഇനി മുഖ്യമന്ത്രി ഇന്നത്തെ പരിപാടികൾ അവിടുത്തെ? സിജു, ഇതാ മുഖ്യമന്ത്രി ചൂരൽമലയിൽ ദുരിതബാധിത പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, കെ രാജൻ, OR കേളു അടക്കമുള്ള മന്ത്രിമാരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇവിടെയുള്ള സൈനികരോടും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഈ പ്രദേശം സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. മുണ്ടക്കയം മേഖലയിലേക്ക് മുഖ്യമന്ത്രിക്ക് നിലവിൽ പോകാൻ വേണ്ടി സാധിക്കില്ല. കാരണം പാലത്തിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. നിലവിൽ ശക്തമായ മഴയും ഈ പ്രദേശത്ത് മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരായ കെ രാജൻ, കെ കൃഷ്ണൻകുട്ടി, റോഷി അഗസ്റ്റിൻ, OR കേളു, എ കെ ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരും ഇപ്പോൾ ദുരിതബാധിത മേഖലയിൽ മുഖ്യമന്ത്രിക്കൊപ്പം സന്ദർശനം നടത്തുന്നുണ്ട്. നേരത്തെ സ്പീക്കർ എൻ ഷംസീർ അടക്കം ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സന്ദർശിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഈ കനത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രി സംഘം ഇപ്പോൾ മലയിലെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അതുപോലെ തന്നെ സൈനിക ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പാലത്തിൻ്റെ പണി എപ്പോൾ പൂർത്തിയാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പ്രദേശത്തെത്തി മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. മാത്രമല്ല പ്രദേശത്ത് നല്ല രീതിയിലുള്ള മഴയും ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിന് ശേഷം മുഖ്യമന്ത്രി സമീപത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മുഖ്യമന്ത്രി പോകും. ഇപ്പോൾ ഒരു 5 മിനിറ്റോളമായി മുഖ്യമന്ത്രി ഈ ദുരിതബാധിത മേഖലയായ ചൂരൽമലയിൽ എത്തിയിട്ട് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സിജു, സച്ചിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ദുരന്ത ബാധിത മേഖലയായ ചൂരൽമല സന്ദർശിക്കുകയാണ്. ഒപ്പം തന്നെ അവിടെ നിർമ്മാണം നടക്കുന്ന ബെയിലി പാലത്തിൻ്റെ പ്രവർത്തന പുരോഗതി അദ്ദേഹം വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ സച്ചിൻ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.